ആ ഇതൊന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് തൂക്കി നോക്കാം. റിയാസാ ഇതൊന്ന് നമുക്ക് മെഷീനിൽ നമുക്ക് ഇന്നും നാളെ നമുക്ക് ഓഫർ ഇട്ട് കൊടുക്കാം. ഒരു 160-നാണ് നമ്മുടെ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു 150-ന് നമുക്ക് ഇപ്പൊ ലൈവ് തൂക്കം കൊടുക്കാം. തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഓഫർ നമുക്ക് കൊടുക്കാം. ഓഫറിൽ അടിച്ചാ സീറോയിലാണ്. 150 കിലോ വരുന്നുണ്ട്. 150 മതി. 150 കുത്തിയാൽ മതി. അടുത്തതാണ് 151. 170. 170 കുത്തിയാൽ മതി. 10 കിലോ കേരള ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയമായ സ്വാഗതം. ഇന്നൊരു പോത്ത് ഫാം പരിചയപ്പെടുത്തുക, തൂക്കി വിൽക്കുന്ന പോത്ത് ഫാം പരിചയപ്പെടുത്തുന്ന ഒരു ദിവസമാണ്. നമ്മുടെ ചട്ടിപ്പറമ്പിൽ തന്നെ അല്ലമീൻ പോത്ത് ഫാം മൊത്തമായും ചില്ലറയായും തൂക്കി വിൽക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് 3 നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പണ്ടൊരു മീൻ മാർക്കറ്റായിരുന്നു ഇവിടുന്ന് മാറ്റം വരുത്തിയിട്ട് പോത്ത് ഫാമിൻ്റെ ആളുകൾ ഏറ്റെടുത്തതാണ്. നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണത് നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു തൂക്കി വിൽക്കുന്ന സിസ്റ്റത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ ഒരു ഫാമിലേക്ക് എത്തിയിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ ഇവിടുത്തെ ആളുകളെ നമുക്ക് കണ്ട് നേരിട്ട് തന്നെ ഇവിടുത്തെ ഓഫറുകൾ, കാര്യങ്ങൾ, മറ്റ് സംവിധാനങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി കേരള ഫാമിൻ്റെ വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ബോസിനെ പരിചയപ്പെടാൻ. നിങ്ങളുടെ പേരെന്തായിരുന്നു? എൻ്റെ പേര് ഉമ്മർ. ഓക്കെ, നിങ്ങൾ എത്ര കാലമായിട്ട് ഇവിടെ ചട്ടിയിൽ പോയി തൂക്കി ആരംഭിച്ചിട്ട്? ഇത് ഇപ്പോൾ നമുക്ക് 5ാമത്തെ ലോഡാണ് വന്നിട്ടുള്ളത്. ഇതിന് മുന്നേ ഇപ്പോൾ 4 ലോഡ് വന്നു. അത് അന്വേഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഓഫറുകൾ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇതിന് നല്ല ഓഫറിലാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ 160 രൂപ തോതിലാണ് നമ്മൾ ലൈവ് തൂക്കം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഓഫറായിട്ട് ഇപ്പോൾ പറയാൻ പറ്റും, കുറക്കാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? ഇത് ഇപ്പോഴത്തെ ലോഡ് നമ്മൾ ഒരു ദിവസം നമുക്ക് ഓഫർ ഇട്ട് കൊടുക്കാം. അത് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. 150 രൂപ തോതിൽ നാളെ നമ്മൾ ഓഫർ ഇട്ട് കൊടുക്കുന്നതാണിത്. ഇത് സാധാരണ പുറത്ത് ഇങ്ങനത്തെ കുട്ടികൾക്ക് 180, 190 രൂപക്കൊക്കെ ഇവിടെ കൊടുക്കാറുണ്ട്. ഇവിടെ അല്ല, നമ്മൾ ഫാമിൽ കൊടുത്തിട്ടില്ല, പുറത്തൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ചെറിയ ലാഭം എടുത്തിട്ട് നമ്മൾ ഈ പോത്തുകളെ കച്ചവടം ചെയ്യുന്നുള്ളൂ. നല്ലൊരു മാറ്റത്തിൽ തന്നെയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അതിനനുസരിച്ച് കിട്ടുന്ന പ്രൈസിനനുസരിച്ചാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉമർ ഭായ്, നമ്മൾ ഏത് ബ്രീഡ് അല്ലെങ്കിൽ ഹരിയാന മുറാനൊക്കെ കേട്ടിട്ടുണ്ട്, അതിൽ ഏത് വിഭാഗത്തിലാണ് നിങ്ങൾ ലോഡ് ഇറക്കാറുള്ളത്? ഇത് നമ്മളിപ്പോൾ മുറ ക്രോസിലാണ് ഇതെല്ലാതും നമ്മളിത് വരാറുള്ളത്. നല്ല അനുയോജ്യമായിട്ടുള്ള വളർത്താൻ പറ്റിയ കുട്ടികളാണ് ഇതുള്ളത്. ഞങ്ങൾ ഹരിയാന കുട്ടികളാണ് ഇറക്കാറുള്ളത്. ഇത് ഇപ്പോൾ ഒരു 135 മുതൽ നമുക്ക് മുകളിലോട്ട് 200, എൻ്റെ മുകളിൽ 200-200ൻ്റെ താഴെ ആയിട്ടൊക്കെ വരുന്നുണ്ട്. പ്രതീക്ഷിക്കാം. നല്ല വളർത്താൻ അനുയോജ്യമായിട്ടുള്ള കുട്ടികളാണ്. അത് കണ്ടോളൂ, ചെവി, കൊമ്പ് നല്ല ഉഷാറായിട്ടുള്ള കുട്ടികളാണ് ഇതൊക്കെ. നല്ല വലിയ ചെവി, ചെറിയ കൊമ്പ്, കാലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ഇപ്പോൾ എത്ര മാസം കൊണ്ട് എത്ര വലുതാവാൻ സാധ്യത നിങ്ങൾക്ക്? ഇത് നമ്മൾ എന്താ വെച്ചാൽ നല്ല കൈത്തീറ്റ കൊടുക്കുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് പെട്ടെന്ന് വളരാൻ പറ്റിയ കുട്ടികളാണ് ഇതൊക്കെ. എല്ലാ കുട്ടികളും നോക്കി എല്ലാം നല്ല ഉഷാറായിട്ടുള്ള കുട്ടികളാണ്. നല്ല കാലകരം, വാല് എല്ലാം ഉഷാറായിട്ടുള്ള കുട്ടികളാണ്. ഏകദേശം തൂക്കി നോക്കിയാലോ? ഇതൊന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് തൂക്കി നോക്കാം. കൊണ്ടുപോയി തൂക്കി നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള റിയാസാ
ഇതൊന്ന് നമുക്ക് മെഷീനിൽ പിന്നെ 5-ാം തീയതി അല്ലേ? ആ ഇന്നും നാളെയും കൂടി ഓഫറിന് നമുക്ക് പറയാൻ പറ്റുമോ വീഡിയോയിൽ? നമുക്ക് ഇന്നും നാളെ നമുക്ക് ഓഫർ ഇട്ട് കൊടുക്കാം. ഒരു 160-നാണ് നമ്മുടെ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു 150-ന് നമുക്ക് ഇപ്പോൾ ലൈവ് തൂക്കം കൊടുക്കാം. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ കേരള ഫാമിൻ്റെ വീഡിയോ കണ്ടു വരുന്നത് നിങ്ങളെ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഓഫർ നമുക്ക് കൊടുക്കാം. നമ്മൾ എന്നും ഓഫർ ആയിട്ട് തന്നെയാണ്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓഫറിൽ അടിച്ചാൽ മെഷീനൊക്കെ സീറോയിലാണ്. ഒരു കുട്ടി വരുന്നത് 150 കിലോ വരുന്നുണ്ട്. 150 മതി. 150 കുട്ടിയാൽ മതി. അടുത്തതാണ് 171. 170. 170 കുട്ടിയാൽ മതി. 10 കിലോ ഗ്രാസിൽ കയറ്റിയിട്ട് അതിൻ്റെ പിന്നെ തൂക്കം നോക്കിയിട്ട് ഇപ്പോൾ അവർ പറയുന്ന വിലയുടെ അത് നിങ്ങൾക്ക് തരുന്ന അവസ്ഥയാണുള്ളത്. കൂടുതൽ വിൽക്കുന്നത് കിട്ടുന്നവർക്കൊക്കെ ഓരോന്നോ ഈ എണ്ണം വേണ്ട കൂടുതൽ ഇഷ്ടങ്ങൾക്കൊക്കെ ഇങ്ങനെ തൂക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചട്ടിപ്പറമ്പിൽ ഇങ്ങനെ സൗകര്യം വരിക എന്ന് പറയുമ്പോൾ ചന്തയിൽ വരുന്നവർക്കും അല്ലെങ്കിൽ ചോദിച്ച് വരുന്നവർക്കൊക്കെ ഈസിയായിട്ട് കാര്യങ്ങളൊന്നും പറയും. നമ്മൾ എവിടെ അതിൻ്റെ സ്ഥലം പറഞ്ഞു കൊടുക്കുക ആൾക്കാർക്ക്? ഇത് നമ്മൾ ചട്ടിപ്പറമ്പ് പെരിന്തൽമണ്ണ റൂട്ടിൽ ആണ് വരുന്നത്. പിന്നെ ചട്ടിപ്പറമ്പ് മെയിൻ മാർക്കറ്റിന്റെ കാലി മാർക്കറ്റ് അല്ലാത്ത മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് പച്ചക്കറി മാർക്കറ്റ് മീൻ മാർക്കറ്റിന്റെ അടുത്ത അതിന്റെ ബാക്ക് സൈഡിലാണ് നമ്മളെ ഫാം വരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ഇന്റർലോക്ക് പഴിച്ച റോഡുണ്ട് ആ ഒരു മാർക്കറ്റിന്റെ ഇടയിലൂടെ വൺ ഡ്രൈവ് വർക്ക്ഷോപ്പിന്റെ വണ്ടിന്റെ യൂസ്ഡ് കാറിന്റെ ഷോറൂം ഒക്കെ ഉണ്ട്. അതിലേക്കാണ് കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന അല്ലമീൻ പോസ്റ്റ്. സ്ഥലം തെറ്റാണെന്നില്ല. ഈസിയായിട്ട് വണ്ടികളൊക്കെ വന്നിട്ട് നമുക്ക് ഇവിടുന്ന് മുറ്റത്ത് തന്നെ കയറ്റി പോകാൻ പറ്റുന്ന സൗകര്യപ്രദമായ സ്ഥലമാണ്. ഓക്കെ.